എൻ്റെ ഏറെക്കാലത്തെ ആഗ്രഹമായ രാജസ്ഥാൻ യാത്ര ഇന്നു മുതൽ തുടങ്ങുകയാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമുള്ള മരുസാഗർ എക്സ്പ്രസ്സിലാണ് ഞാൻ ജയ്പൂരേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. മരുസാഗർ എക്സ്പ്രസ് രാത്രി 10:20 കോഴിക്കോട് എത്തുന്ന ട്രെയിൻ 3-ാം ദിവസം ഉച്ചയോടുകൂടി ജയ്പൂരിലെത്തും. 2-ാം ദിവസം രാവിലെ 8:30 മഡ്ഗാവിലെത്തി. രാവിലെ ഒരു 9:15 എത്തേണ്ട വണ്ടി 8:30 ആകുമ്പോഴത്തേക്കിനും മഡ്ഗാവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഹാൾട്ട് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ്. 9:15 വണ്ടി എടുക്കും. വൈകിട്ടോടെ പൻവേൽ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ ചെറിയ വണ്ടികളിൽ കച്ചോരിയും വടാപ്പാവും വിൽക്കുന്നവരുടെ തിരക്കാണ്. വടാപ്പാവിന് പേരുകെട്ട നാടാണല്ലോ പൻവേൽ. മൂന്നാം ദിവസം രാവിലെ രാജസ്ഥാൻ്റെ ആദ്യ സ്റ്റേഷനായ കോട്ട ജംഗ്ഷനിലെത്തി. കോട്ട ജംഗ്ഷൻ രാജസ്ഥാനിലെ പ്രധാന സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഇവിടെ നിന്ന് നമുക്ക് ജയ്സാൽമീർ, ജോധ്പൂർ എന്നിവിടങ്ങളിലേക്കുള്ള ട്രെയിൻ ലഭിക്കും. സ്റ്റേഷനിലെ പലയിടങ്ങളിലും ചുമർ ചിത്രങ്ങൾ കാണാം. മഴക്കാലമായതുകൊണ്ട് തന്നെ രാജസ്ഥാൻ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു. പുഴകളും തോടുകളും വെള്ളത്താൽ സമൃദ്ധമാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ജയ്പൂരിലെത്തി. അങ്ങനെ നമ്മൾ ജയ്പൂർ എത്തി. ജയ്പൂർ ഒരു 10-15 മിനിറ്റ് മാത്രമേ നമ്മൾ ലേറ്റ് ആയിട്ട്, കറക്റ്റ് ടൈമിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 1956 മാൻസിംഗ് രണ്ടാമൻ തറക്കല്ലിട്ട ജയ്പൂർ 3 വർഷമെടുത്താണ് പണി പൂർത്തിയായത്. ഇന്ന് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിലൊന്നാണ് ജയ്പൂർ സ്റ്റേഷൻ. കേരളത്തിൽ നിന്ന് ജയ്പൂർ വന്നിട്ട് ഇവിടെ റൂം കിട്ടാണ്ടായി പോവുക, അല്ലെങ്കിൽ റൂമിൽ കൂടുതൽ പ്രൈസ് പറയുന്നുണ്ട് എന്നുള്ള അങ്ങനത്തെ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം പ്ലാറ്റ്ഫോമിൽ റിട്ടയറിംഗ് റൂം എന്ന ഫെസിലിറ്റി ഉണ്ട്. അവിടെ 3 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. അവിടെ വളരെ ചുരുങ്ങിയ പൈസയേ ഉള്ളൂ. ഇനിയുള്ള യാത്രയ്ക്ക് ഞാൻ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. അടുത്ത് എന്ന് പറയുമ്പോൾ സ്റ്റേഷൻ്റെ മുൻവശത്ത് തന്നെയാണിത്. ജയ്പൂരിൻ്റെ യാത്രയ്ക്ക് ഏറ്റവും സുഖം മെട്രോ ആണ്. അതുപോലെ തന്നെ പൈസയും കുറവാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ബഡേ ചോപ്പട്ട് എന്ന സ്ഥലത്തേക്കാണ് ടിക്കറ്റ്. ജയ്പൂർ സിറ്റി ആയാലും അതുപോലെ തന്നെ നമ്മൾ ഹവാ മഹലാലൊക്കെ കാണാൻ പോകേണ്ടത് ഈ പറഞ്ഞ ബഡേ ചോപ്പട്ടിലേക്കാണ്. 15 രൂപ ടിക്കറ്റ് ഉണ്ട്. മെട്രോ സംവിധാനം ജനങ്ങൾക്ക് വളരെ പ്രയോജനമുള്ള ഒന്നാണ്. ഇതുപോലൊരു സംവിധാനം വളരെ തിരക്കേറിയ ഒരു നഗരത്തിലുണ്ടാവുന്നത് ഗുണകരമാണ്. പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ബഡേ ചോപ്പട്ട് എന്ന സ്ഥലത്തെത്തി. അടുത്തുള്ള ഡോർമെറ്ററിയിൽ റൂമെടുത്ത് ബാഗുകളെല്ലാം അവിടെ വെച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി. ഇവിടെ ഓട്ടോകളും ടുക്ടുക്കുകളും വളരെ സുലഭമായി ലഭിക്കും. പുറത്തു നിന്നുള്ളവർ ആകുമ്പോൾ വലിയ ചാർജ് പറയുമെങ്കിലും 20 മുതൽ 30 രൂപ വരെ മാത്രമേ ശരിക്ക് ചാർജുള്ളൂ. അതുകൊണ്ട് തന്നെ ചാർജിൽ വ്യക്തത വരുത്തിയിട്ട് മാത്രം വണ്ടിയിൽ കയറുക. ജയ്പൂർ
ഇന്ത്യയുടെ മനോഹരമായ പിങ്ക് നഗരം. രാജസ്ഥാൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജയ്പൂർ പുരാതന രാജകീയ പൈതൃകത്തിൻ്റെയും ആധുനിക മനോഹാരിതയുടെയും ഒരു സജീവ മിശ്രിതമാണ്. തിരക്കേറിയ ബസാറുകൾ മുതൽ ഉയർന്ന കോട്ടകൾ വരെ രാജാക്കന്മാരുടെയും രാജ്ഞികളുടെയും കാലാതീതമായ പാരമ്പര്യങ്ങളുടെയും കഥകൾ പറയുന്നു. അതിൻ്റെ മധ്യഭാഗത്ത് തന്നെ ജയ്പൂരിൻ്റെ കിരീടം പോലെ കാറ്റിൻ്റെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹവാമഹൽ. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് നിർമ്മിച്ച ഈ 5 നിലകളുള്ള വാസ്തുവിദ്യ അത്ഭുതം അതിൻ്റെ സവിശേഷവും സങ്കീർണവുമായ ജാലികളുടെ നിർമ്മാണത്തിൽ പേരുകെട്ടതാണ്. ചുവപ്പും പിങ്ക് നിറത്തിലുമുള്ള മണൽക്കല്ലുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റ് കൊട്ടാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹവാമഹലിന് മുൻവശത്തെ പ്രവേശന കവാടമില്ല. പിന്നിൽ നിന്ന് പ്രവേശിച്ച് ഇടുങ്ങിയ റാമ്പുകൾ കയറി മുകളിലെത്താം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ രാജസ്ഥാനി ഗായകരുടെ പാട്ടുകൾ കേൾക്കാം. അതിമനോഹരമായ ഹവാമഹലിൻ്റെ കാഴ്ചകൾ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ആസ്വദിച്ച് ഞാൻ നടന്നു. $953 ജറോഖകൾ അഥവാ ചെറിയ ജാലകങ്ങൾ കൊണ്ട് നിർമ്മിച്ച തേൻകൂമ്പ് പോലുള്ള ഈ നിർമ്മിതി രാജകീയ സ്ത്രീകൾക്ക് അവരുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തെരുവു ജീവിതം നിരീക്ഷിക്കാനും കൊട്ടാരത്തെ തണുപ്പിക്കാനും പ്രകൃതിദത്ത വായു സഞ്ചാരം നൽകാനും വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 5 നിലകളുള്ള ഈ കെട്ടിടം അടിത്തറയില്ലാതെ നിർമ്മിച്ചതിനാലും ആകൃതി കൊണ്ടും ശ്രദ്ധേയമാണ്. റാമ്പിലൂടെ നടന്നു കയറിയാൽ അവിടെ നിന്നും സിറ്റി പാലസ്, ജന്തർ മന്ദർ, താഴെയുള്ള തിരക്കേറിയ തെരുവുകൾ എന്നിവയുടെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. ചുമരുകളിലും വാതിലുകളിലും ചെയ്തു വച്ചിരിക്കുന്ന ചിത്രപ്പണികളാണ് മറ്റൊരു ആകർഷണം. ഇലകളുടെയും പൂക്കളുടെയും ചാറ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രപ്പണികൾക്ക് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും കാര്യമായ കേടുപാടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. താഴെ മറ്റൊരു വശത്ത് വലിയൊരു നടുമുറ്റം. അതിൻ്റെ ഒരു വശത്തായി 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ശില്പങ്ങളുടെ പ്രദർശനവും കാണാം. ഹവാമഹലിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി. വഴിയിൽ നമ്മുടെ മിഠായി തെരുവിനെ ഓർമ്മിപ്പിക്കും വിധം കച്ചവടക്കാർ ലെതറിൻ്റെ ചെരുപ്പും ബാഗുകളുമാണ് പ്രധാനമായും കച്ചവടത്തിന് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ജന്തർ മന്ദറിൻ്റെ വിശേഷങ്ങൾ കാണാം.